Hi friends, keshiljoy YouTube channel മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സോളാർ DC സിസ്റ്റമാണ്. അതായത് ട്യൂബ്, ബൾബ്, ഫാൻ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജർ അതൊക്കെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു DC സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഒരു സോളാർ പാനലാണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 50 വാട്ട്സിൻ്റെ ലൂം സോളാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ പാനലാണ്. അപ്പോൾ ഈ ലൂം സോളാർ എന്ന് പറഞ്ഞ കമ്പനി 10 വാട്ട്സിൻ്റെ സോളാർ പാനൽ തുടങ്ങി 100 കിലോ വാട്ട്സിൻ്റെ 100 കെ വാട്ട്സിൻ്റെ സോളാർ പാനൽ വരെ ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു സാധാരണ ഒരു ലോക്കൽ കമ്പനി ഒന്നുമല്ല, ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫരീദാബാദിലുള്ളൊരു കമ്പനിയാണത്. പിന്നെ ഈ 10 വാട്ട്സിൻ്റെ സോളാർ പാനലും അതിൻ്റെ ബാറ്ററിയും പിന്നെ അതിൻ്റെ ചാർജ് കൺട്രോളറും കൂടി ലൂം സോളാറിൻ്റെ സൈറ്റിൽ 3000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ലൂം സോളാറിൻ്റെ സൈറ്റിൽ കയറണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ലൂം സോളാറിൻ്റെ സൈറ്റിലേക്ക് ചെല്ലാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ ലൂം സോളാറിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ചാറ്റിംഗ് എന്ന് പറഞ്ഞ ചാറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ചോദിക്കാൻ പറ്റും അതിനകത്ത് കൂടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ, ഇതൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരും. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ ഫെഡെക്സ് എന്ന് പറഞ്ഞൊരു കൊറിയർ കമ്പനിയാണ് നിങ്ങൾക്ക് ഈ സോളാർ പാനൽ കൊണ്ടുതന്നത്. സാധാരണ ഒരു വണ്ടിമേ ഒന്നല്ല കൊണ്ടുതന്നെ ഒരു നല്ലൊരു എയ്സിൽ നല്ല സേഫായിട്ടാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുതന്നത്. 10 ദിവസം തുടങ്ങി 14 ദിവസമൊക്കെ വരെയൊക്കെ എടുക്കും നിങ്ങൾക്കിത് കിട്ടാനായിട്ട്. പിന്നെ ഈ പാനലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടണ ഗ്ലാസ് ഒന്നുമല്ല, നല്ല ഹൈ ടെമ്പേർഡ് ഗ്ലാസ് തന്നെയാണ്. സാധാരണ പെട്ടെന്ന് എന്തെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ പൊട്ടണ ഗ്ലാസ് ഒന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അടിപൊളി ഗ്ലാസ് തന്നെയാണ്. അതുപോലെ നമുക്കിത് പാർസലായിട്ട് വരുമ്പോൾ പൊട്ടോ എന്നുള്ള പേടിയൊന്നും നമ്മൾ വിചാരിക്കേണ്ട, അത്രയ്ക്കും സേഫായിട്ടാണ് നമുക്കിത് കൊണ്ടു തന്നത്. അതുപോലെ തന്നെ ആമസോണിലും നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൻ്റെ സൈറ്റിലും ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ സോളാർ പാനലിൽ വയർ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ 2 വയർ വാങ്ങിച്ചിടുക. ഇത് 2.5 mm വയറാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ പഴയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് 50 വാട്ട്സിൻ്റെ സോളാർ പാനലാണ്. ഇതിൻ്റെ മാക്സിമം പവർ വോൾട്ടേജ് അത് 19.95 വോൾട്ടേജ്, മാക്സിമം കറണ്ട് 2.51 ആംബിയർ, ഷോർട്ട് സർക്യൂട്ടിൽ 2.63 ആംബിയർ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 22.26 വോൾട്ടേജ്, മാക്സിമം സിസ്റ്റം വോൾട്ടേജ് 600 വാട്ട്. പിന്നെ ഈ സോളാർ പാനലിന് കമ്പനി തന്നെ വാറണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 വർഷമാണ് കമ്പനി തന്നെ വാറണ്ടി. അപ്പോൾ നമുക്ക് ഈ സോളാർ പാനലിൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് ഇത് വന്നേക്കണത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഇതിങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വാട്ടർ പ്രൂഫ് സീൽഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡയോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡയോഡിൻ്റെ വരയുള്ള ഭാഗമാണ് പോസിറ്റീവ്, അതിൽ വരയില്ലാത്ത ഭാഗം നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു കണക്ടറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ കണക്ടറൊന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, നേരെ ഇതിനകത്തേക്ക് പിരിച്ചു വെച്ച് കൊടുത്ത് കണക്ട് ചെയ്താലും മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സോളാർ പാനലിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു ഡിഷ് ആൻറ്റിനയുടെ ഒരു സ്റ്റാൻഡും സാധനങ്ങളൊക്കെ എടുത്തേക്കണത്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഇത് പറന്നു പോകും. അപ്പോൾ ഡിഷ് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ അതുപോലെ എങ്ങാട് വേണമെങ്കിലും ചരിക്കാനൊക്കെ പറ്റും. അപ്പോൾ തെക്ക് വശത്തേക്ക് ചരിച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫോണിൽ കോമ്പസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് കറക്റ്റ് തെക്ക് ഭാഗം നോക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജും നോക്കാം, എന്തോരമൊക്കെ മാക്സിമം നല്ല വെയിലുള്ള ടൈമിൽ എത്ര കിട്ടേണ്ടതെന്ന്. ആ വശത്തേക്ക് ചെറിയൊരു ചെരിവിട്ടാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പഴയ ഡിഷ് ആൻറ്റിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാൻഡൊന്നും വേറെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റാൻഡ് വലിയ പാനലുകളൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് വാങ്ങിക്കണമായിരിക്കും നല്ലത്. അതിൻ്റെ ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ആ ലൂം സോളാറിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാൻഡ് വാങ്ങിക്കണമായിരിക്കുള്ളൂ ഏറ്റവും നല്ലത്. നമുക്കിനി ഇത് നേരെ നമുക്കിതിൻ്റെ ചാർജ് കൺട്രോളറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചാർജ് കൺട്രോളറാണ്. ഇത് സ്കൈ ട്രേസ് എന്ന് പറഞ്ഞ ഒരു മോഡലിലൊരു ചാർജ് കൺട്രോളറാണ്. സ്കൈ ടെക് എന്നാണ് ഈ കമ്പനിയുടെ പേര്. PWM ടൈപ്പ്
ചാർജ് കൺട്രോളറാണ്. അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന ഒരു സിസ്റ്റം വഴിയാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് 10 ആംപിയറിൻ്റെയും അതുപോലെ തന്നെ 30 ആംപിയർ, അതുപോലെ തന്നെ സോളാറിൻ്റെ ലൈറ്റ്, DC ലൈറ്റ്, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ഈ സ്കൈടെക് എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചാർജിങ് മെത്തേഡാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കി കുറച്ച് നാളെ ഞാൻ ഉപയോഗിച്ച് നോക്കേണ്ട നല്ല സാധനമാണ്. യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതിനൊന്നുമില്ല. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ വേറെ ഒരെണ്ണം കമ്പനിയുടെ മേടിച്ചിട്ട് അത് അധികം നാൾ നിന്നൊന്നുമില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പരിപ്പളയിൽ പോയി. അപ്പോൾ ഇതാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ നാളായി ഞാനിത് ഉപയോഗിക്കണത്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്. ഇനി ഈ ചാർജ് കൺട്രോളിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ചാർജ് കയറി ഫുള്ളായി കഴിയുമ്പോൾ ബാറ്ററിനെ ഇത് ഡിസ്കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഉണ്ട്. അതായത് നമ്മൾ ഉപയോഗിച്ച് വോൾട്ടേജ് ലോ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിനെ ഡിസ്കണക്ട് ചെയ്യണ ഒരു പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. പിന്നെ ഈ PWM ചാർജ് കൺട്രോളറിന് 3 ഇൻഡിക്കേഷനാണുള്ളത്. ഒന്ന് അതിൻ്റെ ബാറ്ററി, രണ്ടാമത്തെ സോളാർ ചാർജ്, ലോഡ്. ഈ 3 ഇൻഡിക്കേഷനാണുള്ളത്. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഈ ബാറ്ററി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കത്തും. രണ്ടാമത് സോളാർ പാനലിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സോളാർ പാനൽ എന്നുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും. ഈ ലോഡ് എന്നുള്ളത് അതായത് നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26H 12 വോൾട്ട് 26Hൻ്റെ ഒരു ബാറ്ററിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതായത് സാധാരണ നിങ്ങൾക്ക് എക്സൈഡിൻ്റെ പല ഷോറൂമുകളിലും വാങ്ങിക്കാൻ കിട്ടും. ചിലപ്പോൾ ചെറിയ റേറ്റ് കൂടുതലായിരിക്കുള്ളൂ. ഓൺലൈനിൽ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. നമുക്ക് കടയിൽ നിന്നാണ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കടയിൽ നിന്നാണ് വാങ്ങിക്കുമ്പോൾ റീപ്ലേസിനൊക്കെ നമുക്ക് ബാറ്ററി പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 2 രീതിയിൽ വാങ്ങിക്കാം. അത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ 12 വോൾട്ടിൻ്റെ എക്സൈഡിൻ്റെ ബാറ്ററി. നോക്കി കാണാം, സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി, പവർ സേഫ് പ്ലസ് എന്നാണ് ഇതിൻ്റെ മോഡൽ. 12 വോൾട്ട്, കപ്പാസിറ്റി 26H. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സൈഡിൻ്റെ ഒരു ബില്ലും അതിൻ്റെ വാറണ്ടി കാർഡൊക്കെയാണ്. 24 മന്ത് വാറണ്ടി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ ഒരു നെറ്റ് ബോൾട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് തുറന്നെടുക്കാം. അതിനുശേഷം ഇതേപോലത്തെ 2 വയർ എടുക്കുക. അപ്പോൾ 2 കളറുള്ള വയറാണെങ്കിൽ ഇത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒറ്റ ക്ലാമ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ക്ലാമ്പ് എല്ലാ ഇലക്ട്രിക്കൽ കടയിലും വാങ്ങിക്കാൻ കിട്ടും, ബാറ്ററി കടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ഇതിൻ്റെ ടെർമിനലിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവ് വയർ എടുത്തിട്ട് നെഗറ്റീവിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് 2 സ്ക്രൂവും പോസിറ്റീവും നെഗറ്റീവും നന്നായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ചാർജ് കൺട്രോളറിലേക്കാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. ചാർജ് കൺട്രോളിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് അയച്ചെടുക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സോളാർ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്, ലോഡ് പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാനുവൽ എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്, ഓട്ടോ എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. മാനുവലിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ലോഡിലേക്ക് ലൈറ്റ്, അതായത് ഫുൾ ടൈം ലൈൻ ഉണ്ടാവും. സ്ട്രീറ്റ് ലൈറ്റായിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടോയിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുകയും കേട്ടോ. അതായത് സൂര്യൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ഓണായിട്ട് ആ സമയത്ത് സൂര്യൻ പോയി മറയുമ്പോൾ മാത്രം ലോഡ് ഓണായിട്ട് ലൈറ്റ് തെളിയും. അതുപോലെ സൂര്യൻ വരുമ്പോൾ ലോഡ് ഓഫാവുകയും ചെയ്യും. അത് ഓട്ടോയിലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് അങ്ങനെ വന്നത്. മാനുവലിലേക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അത്യാവശ്യം മാനുവലിലേക്കാണ്. അപ്പോൾ മാനുവലിലേക്ക് തട്ടിയിടാം. അപ്പോൾ ആദ്യം ബാറ്ററിയുടെ ലൈനാണ് കണക്ട് ചെയ്യേണ്ടത്, സോളാർ പാനലല്ല. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് ഈ ബാറ്ററി പോസിറ്റീവ് എന്ന് എഴുതിയേക്കണതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ കറുത്ത വയർ എടുത്തിട്ട് ബാറ്ററി നെഗറ്റീവ് എന്ന് എഴുതിയേക്കണതിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് കത്തിയാറുണ്ട്, ബാറ്ററി എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് കത്തിയാറുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് സോളാർ പാനലിൻ്റെ ലൈനാണ്. സോളാർ പാനലിൽ നിന്ന് ആ പോസിറ്റീവും നെഗറ്റീവ് ലൈനും എടുത്തിട്ട് സോളാർ നെഗറ്റീവ് എന്ന് എഴുതിയേക്കണതിലേക്ക് സോളാറിൻ്റെ നെഗറ്റീവും അതുപോലെ തന്നെ സോളാർ പോസിറ്റീവ് എന്ന് എഴുതിയേക്കണതിലേക്ക് സോളാറിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കണക്ഷൻ ഡബിൾ ചെക്ക് ചെയ്യുക, ലൈൻ തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. ഇനി നമുക്ക് ലോഡാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ലോഡിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ലോഡ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ഫ്യൂസ് കാരിയറാണ്. സാധാരണ ഓട്ടോമൊബൈലിലെ വണ്ടികളിലൊക്കെ വന്ന ഒരു ഫ്യൂസും അതിൻ്റെ ഫ്യൂസ് കാരിയറുമാണത്. ഫ്യൂസാണത്. ഇത് നമുക്ക് കണക്ട് ചെയ്യണം നല്ലതായിരിക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്യൂസ് പൊക്കോളും. അതിൻ്റെ നെഗറ്റീവ് ലൈനിൽ അയച്ചെടുത്തിട്ട് നെഗറ്റീവ് ലൈനിലേക്ക് ഫ്യൂസിനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ലോഡ് കണക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു എക്സ്റ്റൻഷൻ ബോക്സാണ്. 1 2 3 4 സോക്കറ്റുള്ള എക്സ്റ്റൻഷൻ ബോക്സാണ്. അപ്പോൾ അതിൽ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവും ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് കാരിയറിലേക്ക് നെഗറ്റീവ് ലൈൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ലോഡ് പോസിറ്റീവ് ലൈനാണ്. അപ്പോൾ ലോഡ് പോസിറ്റീവ് എന്ന് എഴുതിയേക്കണേക്ക് ലോഡ് പോസിറ്റീവ് ലൈൻ കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്മളുടെ ഈ മിനി സോളാർ സിസ്റ്റത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. സോളാർ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്, ലോഡ് പോസിറ്റീവ് നെഗറ്റീവ്. ഇനി നമുക്ക് ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫാനുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാനുണ്ട്, 5 വാട്ടിൻ്റെ 2 ബൾബ്, അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ബൾബ്, അതുപോലെ തന്നെ ഒരു വലിയ ട്യൂബുണ്ട്, ഒരു 2 ലിറ്ററുടെ ഒരു ട്യൂബുണ്ട്. ഞാനിവിടെ ബൾബ് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു 3 പിൻ ടോപ്പാണ് എടുത്തേക്കണത്. അതിൻ്റെ ഫേസിൽ പോസിറ്റീവും ന്യൂട്രലിൽ നെഗറ്റീവും കൊടുത്തേക്കണത്. 3 പിൻ ടോപ്പ് ആയ കാരണം പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാണ്ട് കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഒരു കാരണവശാലും പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കണക്ട് ചെയ്യണത് ഒരു ബൾബാണ്. ഇതൊരു സാംകോൺ കമ്പനിയുടെ 12 വോൾട്ട് 15 വാട്ട്സിൻ്റെ ഒരു ബൾബാണ്. അപ്പോൾ ഈ ബൾബ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ 2 ക്ലിപ്പിലാണ് വന്നത്, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നേരിട്ട് വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. അത് കണക്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രകാശം വന്നുണ്ട്. ഇനി നമുക്കൊരു അതായത് മൊബൈൽ ചാർജ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വണ്ടിയിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹോൾഡറാണ്. ഇത് സാധാരണ എല്ലാ ഓട്ടോമോട്ടീവ് സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ ഒരു തുറക്കണ ഒരു സാധനമൊക്കെ ഉണ്ട്. അതിൽ നമ്മളെ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാം. ഇത് വണ്ടിയിലൊക്കെ കണക്ട് ചെയ്യണ ടൈപ്പ് ഒരു ചാർജറാണ്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കേബിളും വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. ഇതിന് ഏകദേശം വിലയെന്ന് പറയുന്നത് ഒരു 250 രൂപയൊക്കെ നമുക്ക് ഈ ചാർജർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ചാർജർ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അതും നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യണത് ഒരു ഫാനാണ്. ഇതൊരു 12 വോൾട്ട് സാംകോൺ തന്നെ ഒരു ഫാനാണത്. സ്കോച്ച് ഫാൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഫാനും നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഒരു ട്യൂബാണ്. ഇതൊരു 2 അടിയുടെ ഒരു ട്യൂബാണിത്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണക്ട് ചെയ്ത് നോക്കാം. അതും നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോണത് 12 വോൾട്ടിൻ്റെ തന്നെ 5 വാട്ട്സിൻ്റെ LED ബൾബാണ്. ഇങ്ങനത്തെ 2 ബൾബ് തുടർച്ചയായിട്ട് ഇത് കണക്ട് ചെയ്തിടുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ഫുള്ളാണെങ്കിൽ നമുക്ക് 24 ഹവേഴ്സും ഈ ബൾബ് പ്രകാശിക്കുന്നതാണ്. അതാണ് ഞാൻ വീഡിയോൻ്റെ ആദ്യം തന്നെ പറഞ്ഞത്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു DC സോളാർ സിസ്റ്റം എന്ന്. അതായത് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യണേ വന്നത് 10 വാട്ട്സാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. അതും നല്ല രീതിയിൽ തന്നെ പ്രകാശിക്കുന്നുണ്ട്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്.
ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും പുറത്തൊക്കെ ഒരു ലൈറ്റൊക്കെ സ്ഥിരം കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫുൾ ടൈം നമുക്കിത് രാത്രി കാലങ്ങളിലൊക്കെ പ്രകാശിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ വളരെയധികം ഉപകരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ, അതായത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജർ, ഇതിനൊക്കെ ലൈഫ് കൂടുതലായിരിക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് കൂടണമില്ല കുറയണമില്ല. പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കുമെന്നുള്ളൊരു പേടിയും വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വോൾട്ട് DC കറണ്ടാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.